കഴിഞ്ഞ വീഡിയോയിൽ 3 ടൈപ്പ് റെക്ടിഫയറുകളാണ് നമ്മൾ ചെയ്തത്. ഈ വീഡിയോയും അതിൻ്റെ തുടർച്ച തന്നെയാണ്. ആംപ്ലിഫയറുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഡ്യുവൽ സപ്ലൈ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപുള്ള വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നൽകാം. റെക്ടിഫയറുകളെക്കുറിച്ചും അതിൻ്റെ കമ്പോണൻസിനെക്കുറിച്ചും ചില ബേസിക് വാല്യൂകളെക്കുറിച്ചും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്കും ചെയ്യുക. നിങ്ങളുടെ കമൻസും സജഷൻസും കൂടെ ഒന്ന് അറിയിച്ചേക്കുക. ഇനി ഡ്യുവൽ സപ്ലൈ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യാം. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറും ഒരു ബ്രിഡ്ജ് ഡയോഡും 2 കപ്പാസിറ്ററുമാണ് ഇതിനാവശ്യം. ഈ ട്രാൻസ്ഫോമർ മൾട്ടിപ്പിൾ ഔട്ട്പുട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. ഇത് 40-46 ആംപിയർ, ഇത് 028 1 ആംപിയർ, ഇത് 606 1 ആംപിയർ. ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ പല വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ബോർഡുകളുണ്ടാവും. അപ്പോൾ അതിനുള്ള പവർ പ്രത്യേകം കൊടുക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്. റെക്ടിഫയറായി 6 ആംപിയറിൻ്റെ ഈ ഡയോഡ് ഉപയോഗിക്കാമെങ്കിലും ഞാനിവിടെ അതിൻ്റെ PCBയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 35 ആംപിയറിൻ്റെ ഈ മെറ്റൽ ഡയോഡാണ് ഉപയോഗിക്കുന്നത്. ഈ PCBയിൽ 3 പവർ സപ്ലൈ ചെയ്യാൻ സാധിക്കും. മെയിൻ സപ്ലൈ ആയി 40-46 ആംപിയറും ഇവിടെ 028 1 ആംപിയറും ഒരു 12 വോൾട്ട് റെഗുലേറ്റർ സപ്ലൈയും ചെയ്യാൻ കഴിയും. ആദ്യം മെറ്റൽ ഡയോഡ് ഇതിലേക്ക് വെച്ച് സോൾഡർ ചെയ്യാം. ഡയോഡ് ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഈ ബോർഡിലേക്ക് സ്യൂട്ടാവൂ, തിരിഞ്ഞു പോയില്ല. മെറ്റൽ ഡയോഡിനെ കുറിച്ചും റെക്ടിഫയറിനെ കുറിച്ചും ഞാൻ മുൻപുള്ള പാർട്ട് 1-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം, മെറ്റൽ ഡയോഡ് സോൾഡർ ചെയ്യുമ്പോൾ ഡ്രൈ ഇല്ലാതെ നന്നായി തന്നെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന ബോർഡിന് ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. 028 റെക്ടിഫയർ ബോർഡിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. 1 ആംപിയർ ഡയോഡുകളാണ് ഇതിനായി ആവശ്യമുള്ളത്. പോളാരിറ്റി നോക്കി 4 1 ആംപിയർ ഡയോഡുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. തിരിഞ്ഞു പോകരുത്. ബോർഡിൽ അത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോർഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡയോഡുകൾ ഇതുപോലെ സോൾഡർ ചെയ്യാം. ഇത് 028 1 ആംപിയർ ആയതുകൊണ്ട് 1000 മൈക്രോഫാരഡ് 50 വോൾട്ട് കപ്പാസിറ്റർ കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെയും പോളാരിറ്റി ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇവിടെ 12 വോൾട്ട് റെഗുലേറ്റർ AC ഈ ഹീറ്റ് സിങ്ങിനോടൊപ്പം കണക്ട് ചെയ്യാം. ഇത് CV7812 12 വോൾട്ടിൻ്റെ റെഗുലേറ്റർ AC ആണ്. ഇതാണ് DC ഇൻപുട്ട്. പിന്നെ 35 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാം. ഇത് നെഗറ്റീവ്. ഇത് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് 12 വോൾട്ട് 1 ആംപിയർ. വീഡിയോ ഫോളോ ചെയ്യുക. 1000 MFD 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ കൂടെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുക്കാം. ഡ്യുവൽ പവർ സപ്ലൈക്കായി 10,000 UF 63 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററുകളാണ് നമ്മളിടുന്നത്. കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൽ 10 ആംപിയർ ട്രാൻസ്ഫോമർ വരെ ലോഡ് ചെയ്യാൻ സാധിക്കും. കപ്പാസിറ്ററിൻ്റെ പോളാരിറ്റി ഒരു കാരണവശാലും മാറിപ്പോകരുത്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ബോർഡിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ കൃത്യമായി തന്നെ സെറ്റ് ചെയ്യുക. ഇനി ഇതും നന്നായി തന്നെ അങ്ങ് സോൾഡർ ചെയ്യാം. ഇവിടെ കാണുന്ന നാരോ ട്രാക്ക് ഒന്ന് തിക്കായി തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക. ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 028 1 ആംപിയർ ഇവിടെയും 40-040 ഇവിടെയും കൊടുക്കുക. ഈ 3 വയറുകളാണ് 40-040. ഇത് ഒരു 40, ഇതും 40, ഇതാണ് 0. ആദ്യം 0 ഇവിടെ സോൾഡർ ചെയ്യാം. 40 വോൾട്ടിൻ്റെ മറ്റ് 2 വയറുകളും ഇതുപോലെ സോൾഡർ ചെയ്യുക. 028ൻ്റെ വയറുകൾ ഇവിടെയും സോൾഡർ ചെയ്ത് കൊടുക്കുക. 12 വോൾട്ട് എന്നാണ് ബോർഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഏത് വോൾട്ടിൽ വേണമെങ്കിലും ഈ PCB ചെയ്തെടുക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന പോയിൻ്റുകൾ 2 പവർ സപ്ലൈയുടെയും നെഗറ്റീവ് പോയിൻ്റ് മെർജ് ചെയ്യുന്നതിനുള്ളതാണ്. അത് ചെയ്യണോ വേണ്ടയോ എന്നത് ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. മൂന്നാമത്തെ ടൈപ്പിംഗ് 606 കണക്ട് ചെയ്യാൻ ഈ ബോർഡിൽ പ്രൊവിഷൻ ഇല്ല. അതിനാൽ മറ്റൊരു ബോർഡ് നമുക്ക് ഉപയോഗിക്കാം.
മുൻപുള്ള എപ്പിസോഡിൽ ഈ ബോർഡിൻ്റെ ഒരു അസംബ്ലി നമ്മൾ ചെയ്തിരുന്നു. ഇനി ഇതിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള AC വയറുകൾ കണക്ട് ചെയ്താൽ മതിയാവും. 0 വോൾട്ട് ആദ്യം കണക്ട് ചെയ്യാം. മറ്റ് 2 വയറുകൾ കൂടെ ഇരുവശവുമായി കൊടുക്കാം. DC വോൾട്ടിനുള്ള വയറുകൾ കൂടെ കണക്ട് ചെയ്യാം. ഡ്യുവൽ സപ്ലൈക്ക് 3 ഔട്ട്പുട്ടാണുള്ളത്. ഇത് പോസിറ്റീവ് വോൾട്ട്, ഇത് നെഗറ്റീവ് വോൾട്ട്, ഇത് ഗ്രൗണ്ട്. ഇതിലേക്ക് കുറച്ച് ഹെവിയായ വയറുകൾ വേണം സോൾഡർ ചെയ്യാൻ. 12 വോൾട്ട് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് ഇവിടെ നിന്നും സോൾഡർ ചെയ്തെടുക്കാം. PCB അസംബ്ലിംഗ് എല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ കണക്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. 606ൻ്റെ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണിത്. ഈ കപ്പാസിറ്ററിൽ ഫിൽറ്റർ ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ലഭിക്കും. ഇത് മെയിൻ 40040 ഈ റെക്ടിഫയറിലൂടെ വന്ന് ഈ കപ്പാസിറ്ററിൽ ഫിൽറ്റർ ചെയ്ത് ഔട്ട്പുട്ട് ഇവിടെ ലഭിക്കും. ഇത് 028 സപ്ലൈ ഈ റെക്ടിഫയറിലൂടെ വന്ന് ഈ കപ്പാസിറ്ററിൽ ഫിൽറ്റർ ചെയ്ത് ഇവിടെ റെഗുലേറ്റ് ചെയ്ത് ഈ കപ്പാസിറ്ററിലൂടെ ഇവിടെ ഔട്ട്പുട്ട് ലഭിക്കും. വോൾട്ടേജുകളൊന്ന് മെഷർ ചെയ്യാം. 606 ടാപ്പിംഗ്. ഇത് 12 വോൾട്ട് റെഗുലേറ്റർ സപ്ലൈ. ഇത് മെയിൻ 40040യുടെ പ്ലസ് 56.8 വോൾട്ട്. ഇത് മൈനസ് 56.8 വോൾട്ട്. അപ്പോൾ ഇതാണ് ഡ്യുവൽ സപ്ലൈ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതിൻ്റെ തന്നെ മറ്റൊരു മോഡൽ കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഇത് 24024 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. 12012 1 ആംപിയറിൻ്റെ ഒരു ടാപ്പിങ്ങും ഇതിൽ വരുന്നുണ്ട്. ഈ ബോർഡിലാണ് അസംബിൾ ചെയ്യുന്നത്. ആദ്യം മെറ്റൽ ഡയോഡ് സോൾഡർ ചെയ്യാം. 3 ആംപിയറിൻ്റെ 2 ഡയോഡ് കൂടെ കണക്ട് ചെയ്യാം. 5 ആംപിയർ ട്രാൻസ്ഫോമർ ആണെങ്കിലും 15 ആംപിയറിൻ്റെ റെക്ടിഫയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2200 MFDയുടെ 25 വോൾട്ട് കപ്പാസിറ്ററിന് ഇട്ട് കൊടുക്കാം. ഹീറ്റ് സിങ്കിനൊപ്പം 5 വോൾട്ട് റെഗുലേറ്റർ AC കൂടെ ഇടുന്നുണ്ട്. വീഡിയോ ഫോളോ ചെയ്യുക. 1000 MFDയുടെ 25 വോൾട്ട് ഒരു കപ്പാസിറ്റർ കൂടെ റെഗുലേറ്റർ ഔട്ട്പുട്ടിൽ കൊടുക്കാം. മെയിൻ ഫിൽറ്ററിങ്ങിനായി 10,000 MFDയുടെ 4 കപ്പാസിറ്റർ കൂടെ കൊടുക്കാം. പോളാരിറ്റി മാറിപ്പോകാതെ സോൾഡർ ചെയ്യുക. ഡ്യുവൽ സപ്ലൈ ഔട്ട്പുട്ട് കൂടെ കണക്ട് ചെയ്യാം. 5 വോൾട്ട് റെഗുലേറ്റഡ് സപ്ലൈ ഇവിടെ നിന്ന് എടുക്കാം. കൂടാതെ ഒരു 12 വോൾട്ട് കൂടെ ഇവിടെ നിന്നും ലഭിക്കും. ഇനി ട്രാൻസ്ഫോമർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. 24 വോൾട്ട് ഇതാണ്. ഇത് 0 വോൾട്ട്. 24 വോൾട്ടിൻ്റെ വയറുകൾ ഇവിടെ കണക്ട് ചെയ്യുക. 0 വോൾട്ട് ഇവിടെയും കൊടുക്കാം. ടാപ്പിങ്ങിൻ്റെ 0 വോൾട്ട് ഇവിടെയും 12 വോൾട്ട് AC ലൈനുകൾ ഇവിടെയും കൊടുക്കാം. ട്രാൻസ്ഫോമറിന് സപ്ലൈ കൊടുത്ത ശേഷം ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഇത് പ്ലസ് 35 വോൾട്ട്, ഇത് മൈനസ് 35 വോൾട്ട്. ഇതാണ് 5 വോൾട്ട് റെഗുലേറ്റർ സപ്ലൈ. ഇത് 12 വോൾട്ട് സപ്ലൈ. 17 വോൾട്ട് കാണിക്കുന്നത് ലോഡില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആംപ്ലിഫയറുകൾക്കും മറ്റുമുള്ള പവർ സപ്ലൈകൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.